നമസ്കാരം. കേരളീയൻ മലയാളി എന്നൊക്കെ പറയുമ്പം നമുക്ക് ആഘോഷിക്കാനുള്ള ചില വിഭവങ്ങൾ നമ്മുടെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളിൽ ചിലപ്പോഴൊക്കെ അനിവാര്യമായി അങ്ങ് സംഭവിക്കും. അത്തരം ഒരു ദിവസമായിട്ടാണ് ഞാൻ ഇന്നത്തെ ദിവസത്തെ കാണുന്നത്. ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് കൊച്ചിയിൽ നടന്ന ദിവസമാണ്, ആരംഭിച്ച ദിവസമാണ്. ഈ ദിവസം അതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് നടന്നു. ആ ചടങ്ങിൽ വലിയ പ്രസംഗങ്ങളൊക്കെ ഉണ്ടായി, കേന്ദ്ര മന്ത്രിമാരുണ്ടായി, സംസ്ഥാനത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു, വിദേശത്ത് നിന്നൊക്കെ വലിയ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ എത്തി. അതിനൊക്കെ അപ്പുറത്ത് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറയാൻ പോകുന്നത് മറ്റൊരു കാര്യത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൻ്റെ മുന്നോടിയായിട്ടുള്ള വലിയ കോലാഹലങ്ങൾ നമ്മൾ കേട്ടിരുന്നു. ആ കോലാഹലങ്ങളുടെയൊക്കെ തുടർച്ചയായി നമുക്ക് ഉണ്ടാകാൻ ഇടയുണ്ടായിരുന്ന ഒരു ആശങ്കയുണ്ട്. പ്രതിപക്ഷം ഇനി ഇങ്ങനെ വി.ഡി. സതീശൻ മുതൽ കുഴൽനാടൻ വരെയുള്ള ആളുകളുടെ ഇടപെടലുകൾ അവിടെ ചൊറയുണ്ടാക്കുമോ എന്നുള്ള ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെ ഒരു ആശങ്കയെ അസ്ഥാനത്താക്കിയെന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ വികസന കാര്യത്തിൽ പ്രതിപക്ഷവും ഒരുമിച്ച് നിൽക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ പെയ്തിറങ്ങിയ ഒരു ദിവസമാണിന്ന്. അത് നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വിശദീകരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രസംഗമാണ്. ഇന്നത്തെ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റിലെ ഞാൻ ആകാംക്ഷയോടെ ഉറ്റുനോക്കിയ ഒരു പ്രസംഗം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ്റെ പ്രസംഗമാണ്. സതീശൻ്റെ ഗംഭീരമായ സമീപനം അവിടെ നമ്മൾ കണ്ടു. അതിൽ പ്രസംഗത്തിൽ ചില ഉള്ളടക്കങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ അപ്പുറത്ത് സതീശൻ അവിടെ സ്വീകരിച്ച സമീപനം പ്രതിപക്ഷത്തിൻ്റെ ഗുണപരമായ സാഹചര്യത്തെ ഗുണപരമായി തന്നെ ഉപയോഗിക്കാൻ തീരുമാനിച്ചതിൻ്റെ തുടർച്ച കൂടിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് ഈ വീഡിയോയിൽ ഇംഗ്ലീഷിലായിരുന്നു പ്രസംഗം. എല്ലാവരും ഇംഗ്ലീഷിൽ തന്നെയാണ് അവിടെ പ്രസംഗിച്ചത്. എഴുതി കൊണ്ടുവന്ന വിശദാംശങ്ങൾ അവിടെ അവതരിപ്പിക്കുകയാണ് ചെയ്തത്. സതീശൻ മറ്റു ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി അവിടെ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. അവിടെ ദൃശ്യത്തിൽ തന്നെ നമ്മളെ ആകാംക്ഷ ഉണ്ടാക്കുന്ന, സന്തോഷം ഉണ്ടാക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട്. സതീശൻ ആദ്യം തന്നെ പ്രതിപക്ഷത്തിന് ഈ ചടങ്ങിനോട്, അല്ലെങ്കിൽ ഈ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ അതിൻ്റെ തുടർച്ചയായി ഉണ്ടാകാൻ പോകുന്ന നിക്ഷേപങ്ങളിൽ ഒക്കെ വലിയ പ്രതീക്ഷയുണ്ട്, ഞങ്ങളുടെ സഹകരണം ഞങ്ങൾ ഉറപ്പ് നൽകുകയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് മൂപ്പര് പ്രസംഗം ആരംഭിച്ചത് തന്നെ. On behalf of the opposition parties in Kerala and people of Kerala, I extend a warm welcome to all distinguished delegates and investors attending the Invest Kerala Global Summit 2025. രാഷ്ട്രീയം മറ്റൊരരികിലൂടെ സഞ്ചരിക്കും. കേരളത്തിൻ്റെ വികസന കാര്യങ്ങളിൽ, പ്രത്യേകിച്ചും ഇത്തരം വ്യവസായ മേഖലയിലെ നിക്ഷേപകരുടെ മുന്നോട്ടുള്ള പോക്കിനെ ഒന്നും ഒരു തരത്തിലും ബാധിക്കുന്ന രീതിയിലായിരിക്കില്ല. സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയായിരിക്കും. കേരള വികസനത്തിൽ പ്രതിപക്ഷം പ്രതിജ്ഞാബദ്ധമാണ്. Your presence here signifies your growing interest in Kerala's industrial and economic potential. Politics aside, the opposition is steadfast in its commitment to the development of our state. പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഞാനൊരു ഉറപ്പ് നിങ്ങൾക്ക് നൽകുകയാണ്. കേരളത്തെ വ്യവസായ സൗഹൃദമാക്കുന്നതിൽ, അതിനെ അങ്ങനെ നിലനിർത്തുന്നതിലും മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും ഞങ്ങളുടെ എല്ലാ സഹകരണവും ഉണ്ടാകും. I assure you that regardless of political affiliations, our collective goal is to propel Kerala into a future of economic prosperity and industrial excellence. I am very much proud to declare that the opposition is taking an initiative for the beginning of a new culture. We are giving our full support in all aspects to the government to make Kerala investment friendly. മറ്റൊരു കാര്യം സതീശൻ അവിടെ പറഞ്ഞത്, പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഹർത്താൽ പോലെയുള്ള സമരതന്ത്രങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളതാണ്. വ്യവസായ മേഖലയെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള ഹർത്താലുകൾ ഉണ്ടാകില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ഒരു ഹർത്താലും ഉണ്ടാകാതിരുന്ന സംസ്ഥാനമാണ്. ഇനിയും അക്കാര്യത്തിൽ നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വസിക്കാം എന്നുള്ള ഉറപ്പാണ് സതീശൻ മറ്റൊന്ന് നൽകിയത്. I'm happy to say that we have not conducted any hartals for the last 4 years. No hartals. My request to the government side is that when you will be in the opposition, you have to continue the same culture. We have always been pro-development. Our past governments have laid the foundation for industrial growth, initiating policies and infrastructure that have shaped Kerala's economic trajectory. ഹർത്താലിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ സ്വീകരിക്കുന്ന നിലപാട്, ഇനി ഭരണപക്ഷത്തിരിക്കുന്ന പാർട്ടി പ്രതിപക്ഷത്തുണ്ടായാലും ഈ നിലപാട് സ്വീകരിക്കണം എന്നുള്ള ആഹ്വാനവും അദ്ദേഹം നടത്തി എന്നുള്ളതാണ് ശ്രദ്ധേയമായ രാഷ്ട്രീയ വിമർശനമായി നമുക്ക് വ്യാഖ്യാനിക്കാവുന്ന ഒരു കാര്യം. ഹർത്താൽ കഴിഞ്ഞ 4 വർഷം ഉണ്ടായിട്ടില്ല എന്ന് പൊതുവായി വ്യാഖ്യാനിക്കുമ്പോൾ പോലും നമുക്കറിയാം പ്രാദേശികമായ ഹർത്താലുകൾ ഉണ്ടായിരുന്നു. അടുത്ത കാലത്താണ് വയനാട്ടിൽ
പ്രഖ്യാപിച്ച UDFന്റെ ഹർത്താലും അന്നുണ്ടായ സംഭവങ്ങളൊക്കെ ചാനലുകളിലൂടെ നമ്മൾ കണ്ടതാണ്. എങ്കിലും വ്യവസായ മേഖലയെ സാരമായി ബാധിക്കും വിധത്തിലുള്ള ഹർത്താൽ കഴിഞ്ഞ കുറേ നാളായിട്ടില്ല. 4 വർഷം എന്നുള്ളതല്ല, എനിക്കൊന്ന് കുറച്ചു കാലമായിട്ട് കേരളത്തിൽ ഇല്ല എന്നാണ് തോന്നുന്നത്. അത്തരത്തിലുള്ള ഹർത്താലുകൾ പോലും കേരളത്തിനപ്പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന മറ്റു ബുദ്ധിമുട്ടുകളോട് താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ ചെറുതാണ്, താരതമ്യേന കുറഞ്ഞ പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണ് എന്ന് വലിയ ആഗോള കമ്പനികളുടെ പ്രതിനിധികൾ തന്നെ കഴിഞ്ഞ കാലത്ത് സംസാരിച്ചതും പ്രസംഗങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. അതെന്തോ ആക്കട്ടെ, എന്തായാലും കേരളത്തിൻ്റെ വ്യവസായ മേഖലയിലെ ഈ മുന്നോട്ട് പോക്കിന് ഒരുമിച്ച് നിൽക്കുന്നു എന്നുള്ള പ്രഖ്യാപനവും ഇന്നത്തെ സാഹചര്യത്തിൽ അദ്ദേഹം നടത്തിയ ഇടപെടലുമാണല്ലോ നമ്മുടെ വിഷയം. അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. കഴിഞ്ഞ കാലത്ത് സ്റ്റാർട്ടപ്പ് മേഖലയിൽ നമ്മളൊരു നയരൂപീകരണം നടത്തിയത് രാജ്യത്ത് ആദ്യമായിട്ടാണ്, കേരളമാണ്. അത് യഥാർത്ഥത്തിൽ UDFന്റെ കാലത്താണ്, സർക്കാരിൻ്റെ കാലത്താണ് എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് അങ്ങനെ അദ്ദേഹം അത് പറഞ്ഞത്. Notably, we were the first state in the country to formulate a startup policy in 2015, setting the stage for a thriving entrepreneurial ecosystem. Institutions such as Technopark, Infopark, and the Kerala Startup Mission have been catalysts in the IT sector's progress. The KSIDC and Kinfra have consistently played pivotal roles in bolstering industrial infrastructure. Investors meet, including Global Investor Meet, emerging Kerala, were largely successful. Additionally, the airports in Cochin, Trivandrum, Calicut, and Kannur have improved connectivity immensely. സമരത്തിൻ്റെ കാര്യത്തിൽ ട്രേഡ് യൂണിയനുകളുടെ ഇടപെടലാണ്. ട്രേഡ് യൂണിയനിസം, ട്രേഡ് യൂണിയൻ മിലിറ്റൻസി എന്നെല്ലാം പറഞ്ഞ് നമ്മൾ പല വ്യാഖ്യാനങ്ങൾ നൽകുന്ന ഒരു കാര്യമുണ്ട്. അത് കേരളത്തിൽ കൂടുതലാണ് എന്നാണ് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഉയർന്നു വന്നിരുന്ന വിമർശനം. എന്നാൽ ഇനിയുള്ള കാലം അതുണ്ടാകില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. മാത്രമല്ല, ഞാനടക്കമുള്ള ആളുകൾ, പ്രതിപക്ഷത്ത് ഇരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകൾ എന്നുള്ളതിനപ്പുറത്ത് ട്രേഡ് യൂണിയനിസത്തോട് ചേർന്ന് നിൽക്കുന്ന ആളുകളാണ്. വലിയ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളുടെ നേതൃനിരയിൽ ഇരിക്കുന്ന ആളുകളാണ്. വ്യവസായ മന്ത്രി P. രാജീവും നിരവധി ട്രേഡ് യൂണിയനുകളുടെ ലീഡർഷിപ്പിലുള്ള ആളുകളാണ്. ഞങ്ങൾ ഉള്ള കാലത്ത് ന്യൂ ജനറേഷൻ ട്രേഡ് യൂണിയൻ സമീപനാണ് സ്വീകരിക്കുന്നത്. ഒരു തരത്തിലുള്ള സമരവും, വ്യവസായ സംരംഭങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സമരവും ഞങ്ങളുള്ള കാലത്ത് ഉണ്ടാകില്ല എന്നുള്ള വാഗ്ദാനം അദ്ദേഹം നടത്തി. Once Kerala was notorious for the trade union militancy. I am leading many of the trade unions across the state. And Honorable Minister for Industries, he was also leading many of the trade unions. We are considered as the new gen trade unionists. We are happy to say that for the last 15 to 20 years, there were no strikes in any companies. No strikes, no go slow. The leaders of the major trade unions are here. CITU and INTUC and other unions. I am very thankful to them also. They are also supporting. അത്തരം സമരങ്ങളിലൂടെ വ്യവസായ സംരംഭങ്ങൾ ബുദ്ധിമുട്ടിലാകാത്തൊരു കാലമാണ് കടന്നു പോകുന്നത് എന്നുള്ള പ്രസ്താവനയാണ് സതീശൻ ഉദ്ദേശിച്ചത്. അതിന് പിന്തുണ നൽകി കൂടെ നിൽക്കുന്ന CITU, INTUC തുടങ്ങിയ എല്ലാ തൊഴിലാളി സംഘടനകളെയും അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തു. മാത്രമല്ല, തൊഴിലാളികൾക്ക് ഗുണകരമാകുന്നത് സമരം ഒഴിവാക്കിക്കൊണ്ടുള്ള, ആഭ്യന്തരമായി സ്ഥാപനങ്ങളെ ബാധിക്കുന്ന വിധത്തിലുള്ള സമരം ഒഴിവാക്കിക്കൊണ്ടുള്ള കൂടുതൽ വർക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമീപനത്തെയാണ്. അത്തരം സമീപനങ്ങളിലൂടെ കൂടുതൽ ഇൻസെൻറ്റീവ്സ് നേടിത്തരാനും തൊഴിലാളികൾക്ക് ഗുണമുണ്ടാക്കുന്ന സാഹചര്യം സൃഷ്ടിക്കാനും ഞങ്ങൾക്ക് കഴിയും എന്നാണ് സതീശൻ പറഞ്ഞത്. Now we are advising the laborers that you work hard, you make the company profitable, then we will bargain for you. Now we installed the production incentive. When the company is getting a more margin, the production incentive will go to the laborers. So I can proudly say that there is no trade union militancy in Kerala now. The public sectors, private sectors, nowhere. All the laborers and trade unions they are cooperating with all the companies. പ്രതിപക്ഷ നേതാവ് എന്തായാലും ഇങ്ങനെയൊരു സംഭവത്തിൻ്റെ മുന്നോടിയായി പ്രതിപക്ഷം പുറത്ത് സ്വീകരിച്ച സമീപനത്തിൻ്റെ തുടർച്ച ഇങ്ങനെയൊരു നിക്ഷേപ സംഗമത്തിൽ കൈക്കൊണ്ടില്ല. പരിപാടിയിൽ ആരോഗ്യകരമായി സമീപിച്ചു എന്ന് മാത്രമല്ല, ആരോഗ്യകരമായി സംസാരിക്കുകയും ചെയ്തു എന്നുള്ളത് ആണ് ഈ പ്രസംഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക. മാത്രമല്ല, അദ്ദേഹം പുറത്തു പോയതിനു ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞ ഒരു കാര്യവും കൂടി പ്രസക്തമാണ്. പരമ്പരാഗതമായി സ്വീകരിച്ചു വന്നിരുന്ന ഒരു സമീപനം ഞങ്ങൾ ഇനി സ്വീകരിക്കില്ല എന്നുള്ള തിരിച്ചറിവുകൂടി അദ്ദേഹം അവിടെ പ്രകടിപ്പിക്കുന്നുണ്ട്. പരമ്പരാഗതമായി പ്രതിപക്ഷം എന്നുള്ള നിലയിൽ എടുത്തുകൊണ്ടിരിക്കുന്ന രീതിയിലേക്ക് നമ്മൾ പോയില്ല. അന്ന് ഇത് ബോയ്ക്കോട്ട് ചെയ്തു. നമ്മൾ ബോയ്ക്കോട്ട് ചെയ്തില്ല. വന്ന് നമ്മുടെ പ്രസൻസ് ഉണ്ടായി മാത്രമല്ല, ഏറ്റവും പോസിറ്റീവായിട്ടാണ്
ഞങ്ങൾ പറഞ്ഞത്. വന്ന ഡെലിഗേറ്റ്സിനും ഇൻവെസ്റ്റേഴ്സിനും ഒരു മെസ്സേജാണ് കേരളത്തിൽ നിന്ന് പോകേണ്ടത്. ഇവർ എല്ലാവരും കൂടി ഒരുമിച്ച്, ഞാൻ ആ ഒരു അഷ്വറൻസാണ് കൊടുത്തത്, ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് കേരളത്തെ ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ടിലേക്ക് നിങ്ങൾ ധൈര്യമായിട്ട് കേരളത്തിലേക്ക് പോകുന്നോളാനാ പറയേണ്ടത്. അങ്ങനെയല്ലേ പറയേണ്ടത്. എന്തായാലും ഈ ഇൻവെസ്റ്റ്മെന്റ് കേരള മീറ്റ് അങ്ങനെയൊരു സാധ്യത തുറന്നിട്ടു. പ്രതിപക്ഷത്തിന് അങ്ങനെ ഒരു തിരിച്ചറിവോ അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു തീരുമാനമോ പ്രഖ്യാപിക്കാനും കഴിഞ്ഞു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. ഇനി അങ്ങോട്ടും ഇത്തരത്തിലുള്ള സമീപനം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ സാഹചര്യത്തിൽ ആ വേദിയിൽ വെച്ച് തന്നെ MA യൂസഫ് അലി VD സതീശനെ അഭിനന്ദിക്കുന്നുണ്ട്. Honorable Kerala Leader of Opposition, Sri VD Sadishan, thank you very much for your wholehearted support for developing Kerala. പ്രതിപക്ഷത്തിന്റെ പിന്തുണ കേരളത്തിന്റെ നിക്ഷേപ സൗഹൃദത്തിന് കരുത്തു പകരുന്നതാണ് എന്ന് P രാജീവും ആ വേദിയിൽ പറഞ്ഞു. എല്ലാ നിക്ഷേപകർക്കും ആഹ്ലാദകരമായ അല്ലെങ്കിൽ പ്രതീക്ഷ നൽകുന്ന വിധത്തിലുള്ള രാഷ്ട്രീയ അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാവുകയാണ് എന്നും P രാജീവ് ആ വേദിയിൽ വെച്ച് പറഞ്ഞിരുന്നു. ആകെ മൊത്തം നോക്കുമ്പോൾ നമുക്ക് കേരളത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാക്കുന്ന പ്രസംഗവും സമീപനങ്ങളും അവിടെ ഉണ്ടായി. അങ്ങനെ ഒരു ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ഇവിടെ നടന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു. ബാക്കിയുള്ള കാര്യങ്ങൾ ഗംഭീരമായി മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. നന്ദി, നമസ്കാരം.